ഈ ഒരു സാരിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും ഇത് ഏത് സാരിയാണെന്ന്. അതെ, മൊഡാൽ ഫിനിഷിൽ വന്നിട്ടുള്ള സാരിയാണ്. എൻ്റെ കയ്യിൽ ഒരു ഷെയ്ഡ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പറിലും ലോവറിലും ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭയങ്കര ഫ്ലോയി ആയിട്ട് നല്ലൊരു ഫിഗറി ലുക്കും കൂടെ തരുന്നൊരു സാരിയും കൂടെയാണ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു പോർഷനിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു അജ്രക്കിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും അല്ല കാഷ്വൽ ആയിട്ടാണെങ്കിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയും കൂടെയാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്നൊരു 5 മിനിറ്റ്സിലൊക്കെ ഡ്രേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സാരി ചൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ആ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും പല്ലുവിൻ്റെ പോർഷനിൽ ഈ ഒരു അജ്രക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ കുറച്ചൊന്ന് ബ്രോഡായിട്ട് ഒരു ബ്രൊക്കേറ്റ് സ്റ്റൈലിലാണ് ആ ഒരു പല്ലുവിൻ്റെ പോർഷനിൽ ഫുള്ളായിട്ട് ആ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഡ്രേപ്പ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും പ്ലീറ്റ്സ് എടുക്കാനാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രേപ്പ് ചെയ്ത് ഉടുക്കാനും പറ്റുന്ന ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന ആ ഒരു എൻഡ് പോർഷനിലെ പ്ലീറ്റ്സ് ആയാലും നല്ലൊരു ഫിഗറി ലുക്ക് കിട്ടുന്ന ഒരു സാരിയും കൂടെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിൽ ആ ഒരു ബോഡിയിൽ ഫുള്ളായിട്ട് ആ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ പോർഷനിലും ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് നിങ്ങൾക്ക് പെയർ ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഒരു സ്ലീവ്ലെസ് പാറ്റേൺ ആയാലും സ്ലീവ് ഉള്ള പാറ്റേൺ ആയാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും. അതിൻ്റെ ഒരു ജുംകാസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പെയർ ചെയ്തിടുമ്പോഴും അതൊരു നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് HT 111 ആൻഡ് 114 ആണെന്ന് തോന്നുന്നത്. നോക്കട്ടെ, 112 ആണ്. 111ഉം 112 എന്ന കോഡിൽ 2339 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഡെലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളക്ഷൻ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കാണ്. ലിമിറ്റഡ് നമ്പേഴ്സാണ് വീണ്ടും വന്നേക്കുന്നത്. അപ്പം ഇതിനകത്ത് ചന്തേരിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് ഫിനിഷിൽ വന്നേക്കുന്ന ഫുൾക്കാരി വർക്ക് ഡീറ്റെയിലിംഗ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റിലാണ് വന്നേക്കുന്നത്. ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ത്രെഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ടൊരു ഡെയ്സി ലേസ് സാറ്റിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഫുൾക്കാരി സ്റ്റിച്ച് ആട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ എംബ്രോയ്ഡറിയിൽ കാണുന്ന ആ ഒരു സ്റ്റിച്ചസ്, യൂഷ്വലി കാണുന്ന സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ടോപ്പിൽ വന്നേക്കുന്ന ലുക്ക് ഇതാണ്. ഒരു യു നെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സ്ലിറ്റർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബോഡിയിൽ ഫുള്ളായിട്ട് ഹെവി വർക്ക് ഡീറ്റെയിലിംഗ് ആട്ടോ. അപ്പോൾ എൻ്റെ എൻഡിലായിട്ട് ഒരു പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ഇൻസൈഡ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലോങ് ത്രെഡ്സും നോട്ട്സും ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഹാൻഡഡ് പ്രോസസ്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയും ഫുള്ളായിട്ട് വർക്കിൽ വന്നേക്കുന്ന ദുപ്പട്ട കേട്ടോ. ആഞ്ചൽ പോർഷനിൽ ഹെവി വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ബോർഡറിലും സെയിം ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് 4 സൈഡിലും നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ പോംപോം ടാസൽസ് കൊടുത്തേക്കാണ്. സെൻറ്റർ പോർഷനിൽ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ തന്നെ ഒരു സ്കാറ്റർ പ്ലേസ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു സെറ്റ്സൊക്കെ നല്ല പ്രൈസ് റേഞ്ച് ഗെസ് ചെയ്യും. പക്ഷെ ഒരു അഫോർഡബിൾ, ഇത്രയും ഹെവി വർക്ക് ഡീറ്റെയിലിംഗ് നമ്മൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഗെസ് ചെയ്യത്തില്ല കേട്ടോ. ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിനകത്തും കൂടിയാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. 2899 പ്രൈസ് റേഞ്ചിലാട്ടോ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത്. ആൻഡ് VET 313 ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്ന ഈ ഒരു റെഡ് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ല രസമുണ്ട്. വയലറ്റ് ആൻഡ് ലൈറ്റ് പിങ്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ. ഭയങ്കര രസമാട്ടോ കാണാൻ. നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഡയറക്റ്റ് നമ്മുടെ ശാസ്തമംഗലത്തെ സ്റ്റോറിലോട്ട് വരുവാണെങ്കിൽ ഡയറക്റ്റ് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് ലുക്ക് വരുന്നത്. ഇതിനകത്തും ഒരു യൂനെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട മൾട്ടി യൂസിന് പറ്റുന്ന ദുപ്പട്ട, ബ്ലാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ബേജ് കളർ സോളിഡായിട്ടൊക്കെ വരുന്ന പാറ്റേണിലൊക്കെ വന്നേക്കുന്ന ടോപ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇതിനകത്ത് മാഞ്ചൽ പൂഷിൽ ഹെവി ആയിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ആൻഡ് സെൻട്രൽ പോർഷനിൽ ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ്.
ഭയങ്കര യൂണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു കളേഴ്സും പാറ്റേണും ഒരു ഹെവി ലുക്കാട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് VT318. ആൻഡ് സെറ്റൂളിൽ തന്നെ വന്നേക്കുന്ന പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ലുക്ക് ഇതാട്ടോ. നമ്മൾ നേരത്തെ ഒരു റെഡ് ആൻഡ് ബേജിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ കണ്ടു. ഇതിനകത്തും റെഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓറഞ്ചും കൂടി വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട, ഇതിൻ്റെ ടോപ്പ് ദുപ്പട്ടയുടെ 4 സൈഡ് ഫ്ലാറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആഞ്ചൽ പോർഷനിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ് ഇതാട്ടോ. ലീഫിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാം ഒരു ത്രെഡ്സ് യൂസ് ചെയ്തിട്ട്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ്. ടോപ്പിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു കുഞ്ഞു മോട്ടീഫാട്ടോ കൊടുത്തേക്കുന്നത്. ടോപ്പ് ഇതിനകത്തും ഒരു വൈഡ് നെക്കാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സെറ്റുകളിൽ വന്നേക്കുന്ന ബോട്ടം. എനിക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു നെക്ക് പാറ്റേൺ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വൈഡായിട്ട് വന്നേക്കുന്ന ഒരു അല്ല, ശരിക്കും പറഞ്ഞാൽ വൈഡായിട്ട് ഒരു ആലില കട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സിൻ്റെ കൂടെ പേസ്ലീൻ്റെ ഒരു ലുക്കും കൂടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിലും സെയിം ആ ഒരു പേസ്ലീൻ്റെ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം കണ്ടതിനകത്ത് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ആയിരുന്നു. ഇതിനകത്തൊരു പേസ്ലി സ്റ്റൈലും കൂടി ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ഗ്രേയിൻ്റെ ഒരു കോമ്പിനേഷനാണ് ത്രെഡ്സ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം ക്രീം ഷെയ്ഡിനകത്ത് തന്നെ വന്നേക്കുന്ന കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ക്രീം ആൻഡ് ബേജിൻ്റെ ഒരു ബേജ് അല്ലല്ലോ, ഗ്രേയിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തും നെക്ക് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലുക്കൊന്ന് നോക്കാം. ഇതിനകത്തും വൈഡായിട്ട് വന്നേക്കുന്ന ഒരു യൂനെക്ക് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് ഫുള്ളായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ലീഫിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ എൻഡിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് എൻഡിൽ നമുക്ക് പേസ്ലീൻ്റെ ലുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ എൻഡിലോട്ട് വരുമ്പോൾ പേസ്ലീസിൻ്റെ ലുക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ സോളിഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ദുപ്പട്ട സെറ്റുകളിൽ വന്നേക്കുന്ന ബോട്ടം ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കാണെങ്കിലും ഭയങ്കര വെയിറ്റ് ഒന്നും അല്ല കേട്ടോ. ഭയങ്കര വെയ്റ്റ്ലെസ് കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് VET320. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2899. ഇതിൻ്റെ എല്ലാത്തിനെയും ട്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഹെവി ആയിട്ട് പാർട്ടി വെയർ കളക്ഷൻസിനൊക്കെ പറ്റിയ അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് അല്ലേ. അപ്പം എൻ്റെ കയ്യിലൊരു 4 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലും 4 ഷെയ്ഡ്സ്. സെയിം ഓർഗൻസയാണ്, പക്ഷെ ആ ഒരു ഫ്ലോറലിന്റെ എംബ്രോയിഡറി പാറ്റേൺ കുറച്ചൊന്ന് ഒരു വേരിയേഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഒരു പീച്ച് ഷെയ്ഡാണ്. പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് ഒക്കെ ഓർഗൻസ സാരീസിലാണ് കൂടുതലും കാണുന്നത്. ഈ ഒരു എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറിയുടെ പാറ്റേൺസ് തന്നെ സാരീസൊക്കെയാണ് കൂടുതലും. ഒരു ഫംഗ്ഷൻ വെറൈറ്റി സാരീസൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു കളക്ഷനും കൂടെയാണ് കേട്ടോ. നമുക്ക് ഓർഗൻസയിലാണ് ദുപ്പട്ടയും ടോപ്പും വന്നിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടോണിൽ വന്നിട്ടുള്ളത്. ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ കസിൻസ് ഒക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഡിഫറെന്റ് പാറ്റേണിൽ സെയിം ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് കളക്ഷൻസ് ചൂസ് ചെയ്യാം. നമുക്ക് ബോഡി ഫുള്ളും വന്നിട്ടുള്ളത് ഒരു എംബ്രോയിഡറി, ഒരു ഫ്ലോറിൽ തന്നെ ഒരു എംബ്രോയിഡറി പാറ്റേൺ സ്റ്റാർട്ട് തൊട്ടാണ്. ആൻഡ് നമുക്ക് ടോപ്പ് നോക്കുകയാണെങ്കിൽ ബോഡിയിൽ ഫുള്ള് ഒരു മിഷൻ എംബ്രോയിഡറി തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് എൻഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബ്രോഡായിട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. അത് നമുക്ക് ഫ്ലോറിൽ തന്നെ ഫുൾ എംബ്രോയിഡറി പാറ്റേൺ വിത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബോട്ടം വന്നിട്ടുള്ളതും ഈ ഒരു സോളിഡായിട്ട് വന്നിട്ടുള്ള സെറ്റുകളിൽ വന്നിട്ടുള്ള ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട. നമുക്ക് ടോപ്പിൽ വരുന്ന ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. കുറച്ചും രണ്ട് പാറ്റേൺസിലാണ് എനിക്കിവിടെ സ്കാലപ്പ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് കുറച്ചൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന ആ ഒരു മിഷൻ എംബ്രോയിഡറി പാറ്റേൺ ആണ്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള രണ്ടും ദുപ്പട്ടയിൽ കുറച്ച് ഡിഫറൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഫുള്ളും എനിക്ക് ടോപ്പിൽ വന്നിട്ടുള്ള ഒരു വർക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ട് ദുപ്പട്ടയുടെ 2 സൈഡിൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആൻഡ് പോട്ട്ലിയുടെ തന്നെ ഒരു കുറച്ച് ലേസ് ഡീറ്റെയിലിംഗ് കൂടിയാണ് ദുപ്പട്ടയുടെ 4 സൈഡിലും വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ചൊന്ന് റിച്ച് ആയിട്ട് കുറച്ചൊന്ന് ഹെവി ആയിട്ട് നിൽക്കുന്ന ആ ഒരു മിഷൻ എംബ്രോയിഡറി പാറ്റേൺ ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്.
പിങ്ക് ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, കളേഴ്സ് മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു ടോപ്പിൻ്റെ എൻഡ് പോർഷനിൽ വന്നിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എൽബോയുടെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്താലും ഈ ഒരു ഫ്ലോറിൽ തന്നെ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. സെറ്റോളിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ഭയങ്കര രസമുള്ള ഒരു കളേഴ്സ് അല്ലേ. കുറച്ചും കൂടെ ഒന്ന് ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ഷെയ്ഡ്സിലോട്ട് കൊണ്ടുവന്ന ഷെയ്ഡ്സ് ആണ്. ഈവനിങ് ഈ പാർട്ടീസിനൊക്കെ ഈവനിങ് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിനാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇത് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ആണ്. ഡാർക്ക് ടോണും ഒരു ലൈറ്റർ ടോണിലാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടുവാണെങ്കിലും ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ പാലറ്റിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചൊന്ന് സിമ്പിൾ അല്ലെങ്കിൽ ഒരു മിനിമൽ ലുക്ക് നോക്കുന്നവർക്കാണെങ്കിലും ഈ പറ്റുന്ന പേളിൻ്റെ ഒക്കെ ജ്വൽസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും. നെക്സ്റ്റ് ലുക്ക് വരുന്നത് കുറച്ചൊന്ന് ഹെവി ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണല്ലേ. ദുപ്പട്ടയിൽ നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട് ആ ടോപ്പിൽ നിന്നിട്ടുള്ള സെയിം വർക്കിൻ്റെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് ദുപ്പട്ട ഫുള്ളും വന്നിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നത് എനിക്ക് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. സുഗിതയുടെ ആ ഒരു ഇതിൽ ബ്ലാക്ക് വരും. എൻ്റെ കുറച്ചൊന്ന് അതിൻ്റെ തന്നെ ഷെയ്ഡിൽ ഡാർക്കർ പാലറ്റിലാണ്, കുറച്ചൊന്ന് ഡാർക്കർ പാലറ്റിലാണ് ആ ഒരു മിൻ പൗഡറിൻ്റെ ഒക്കെ ഒരു ഗ്രീൻ ഇല്ല ആ ഒരു ഷെയ്ഡിലാണ്. നമുക്ക് ബ്ലാക്ക് കാണാൻ മനസ്സിലാവും. ബ്ലാക്കിൽ തന്നെ ഒരു വൈറ്റിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി, വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്സിൻ്റെ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് കേട്ടോ. ആ ത്രെഡ്സ് കുറച്ചും കൂടെ എംബ്രോയ്ഡറി പാറ്റേൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ ബ്ലാക്കിലാണ് കുറച്ചും കൂടെ തോന്നിയത് തന്നെ. ആൻഡ് ഇതിലും സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ഓർഗൻസയിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഇതിലും ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിക്ക് ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ഫുള്ളി പോകുന്നുണ്ട്. ആൻഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് കോഡ് വരുന്നത് ZAH123 എന്ന കോഡിലെ പ്രൈസ് റേഞ്ച് 4989 ആണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോട്ടോസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ZAH120 എന്ന കോഡിൽ 4989 ആണ് പ്രൈസ് റേഞ്ച്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.